വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡ് അക്കൗണ്ടിൽ നിന്ന് 19 കോടി രൂപയോളം തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ ബാങ്ക് ഉദ്യോഗസ്ഥ കൊല്ലം നെല്ലിമുക്ക് സ്വദേശിനി ധന്യ മോഹൻ. 8 അക്കൗണ്ടുകളിലേക്കാണ് പണം മാറ്റിയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ധന്യ കീഴടങ്ങിയിരുന്നു. ഇന്ന് തൃശൂർ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുക്കും. ധന്യയുടെ 4 വർഷത്തെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു. ഭർത്താവിന്റെ NRI അക്കൗണ്ടിലേക്ക് പണം കൈമാറിയിട്ടുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു. ധന്യ മോഹന്റെ പേരിൽ മാത്രം 5 അക്കൗണ്ടുകളാണ് ഉള്ളത്. ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ പോലീസ് നടപടി ആരംഭിച്ചു കഴിഞ്ഞു. ബന്ധുക്കളുടെ പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും. ധന്യ ആഡംബര കാർ അടക്കം 3 വാഹനങ്ങൾ വാങ്ങിയതായി പോലീസിന് വിവരം ലഭിച്ചു. വലപ്പാട്ടെ സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു. കാർ പാർക്കിങ്ങിനു വേണ്ടി മാത്രം പ്രത്യേകം ഭൂമി വാങ്ങി. ഓൺലൈൻ റമ്മിയുമായി ബന്ധപ്പെട്ട് 2 കോടി രൂപ ദുരൂഹ പണമിടപാടു നടന്നതിന്റെ തെളിവുകളും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചു. കമ്പനിയിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ലീഡ് ടെക് ആയിരുന്നു ധന്യ. 20 വർഷത്തോളമായി ജോലി ചെയ്യുന്നു ഈ കമ്പനിയിൽ. കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്ന് 80 ലക്ഷം രൂപ ധന്യ തന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റിയത് സ്ഥാപനം കണ്ടെത്തിയതോടെയാണ് വൻ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടെ ധന്യ കുടുംബാംഗങ്ങളുടെയും ധന്യയുടെയും അക്കൗണ്ടിലേക്ക് 8000 ഇടപാടുകളാണ് നടത്തിയിരിക്കുന്നത്. ഈ 8000 ഇടപാടുകളിലൂടെയാണ് 20 കോടിയോളം രൂപ കൈമാറ്റം ചെയ്തിരിക്കുന്നതെന്ന് പരിശോധനയിൽ സൂചന ലഭിച്ചു. ഇതോടെ കമ്പനി അധികൃതർ വലപ്പാട് പോലീസിന് രേഖാമൂലം പരാതി നൽകി.